മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി അജിത് പവാറിന് ആകാശയാത്രയിൽ ദാരുണാന്ത്യം സംഭവിച്ച ദിവസമാണിന്ന്. ഞെട്ടലോടെയാണ് രാജ്യം ഇന്ന് ആ വാർത്ത കേട്ടത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ കരുത്തനായിരുന്നു അജിത് പവാർ. അധികാര രാഷ്ട്രീയത്തിനൊപ്പം മാറിമറിഞ്ഞ അജിത് പവാർ തെരഞ്ഞെടുപ്പുകളിൽ തോൽക്കാത്ത നേതാവായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായിരുന്ന നേതാവാണ് അജിത് പവാർ. 8 തവണ നിയമസഭയിലേക്കും 1 തവണ ലോക്സഭയിലേക്കും മത്സരിച്ചു. എല്ലാ തവണയും വിജയിച്ചു. ഇളയച്ചൻ പവാറിൻ്റെ തണലിൽ വളർന്ന് പവാറിനെ മറികടന്ന് പവർ കാട്ടിയ നേതാവാണ് അജിത് പവാർ. അധികാരം എവിടെയുണ്ടോ അവിടെ അജിത് പവാറുമുണ്ട് എന്ന പറച്ചിലിലല്ല പൊതുജനം കഴുതയല്ല സാർ ശ്രദ്ധിച്ചത്. മറിച്ച് ജനകീയ വിഷയങ്ങൾക്ക് പരിഹാരം കാണാൻ രാവേറെ യത്നിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെക്കുറിച്ചാണ്. ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവാണ് ദാദാ എന്ന് ജനങ്ങൾ വിളിച്ച അജിത് പവാർ. അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ആദ്യം എത്തുന്നതും അവസാനം ഇറങ്ങുന്നതും മറ്റാരുമായിരുന്നില്ല. അഴിമതി ആരോപണങ്ങളും വിവാദ പരാമർശങ്ങളുമൊക്കെ അജിത് പവാറിന് മേൽ പലവട്ടം കരിനിഴൽ വീഴ്ത്തിയിട്ടുണ്ട്. അതൊന്നും ചെയ്യേണ്ട സമയമല്ലിത്. ഞാൻ ബി ദിലീപ് കുമാർ. ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയായ പൊതുജനം കഴുതയല്ല സാറിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.